കുരുമുളക് പറിച്ച് കഴിഞ്ഞ് ഇതേപോലെ കൊണ്ട് റോഡിൽ കളയുന്നവരുണ്ടോ? ഇത് ഞങ്ങളുടെ സ്വന്തം നാട് കേട്ടോ. അച്ചായയുടെ വീടാണേ. അവിടെ പോയിട്ട് കുരുമുളക് പറിക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം ഡിസംബർ ഒരു പകുതിയോടെയാണ് ഞങ്ങൾ കുരുമുളക് പറിക്കാൻ പോയത്. എല്ലാ വർഷവും ഈ സമയത്ത് തന്നെയാണ് കുരുമുളക് പറിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ കുരുമുളക് പറിച്ചു കഴിഞ്ഞോ? ഞങ്ങൾ കോന്നിയിലാണ് താമസിക്കുന്നത്. സ്ഥലം തേക്കുതോടാണ്. ഞങ്ങൾ വല്ലപ്പോഴേ അവിടെ പോകാറുള്ളൂ. അച്ചായി ഞാനും തിരുവനന്തപുരത്തു നിന്ന് ഇതിന് വേണ്ടി വന്നു. കാരണം കുരുമുളകിൻ്റെ വില ഇപ്പോൾ അതേപോലെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു തുണിയൊക്കെ കെട്ടിയിട്ട് പറിക്കാൻ ഇറങ്ങിയായിരുന്നു കേട്ടോ. അച്ചായി വന്നിട്ട് ആദ്യം മരത്തിൽ കയറിയിട്ട് മുകളിൽ നിന്ന് പറിച്ച് താഴോട്ട് ഇറങ്ങും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് അവർ താമസിച്ചിരുന്ന വീടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല ആരും. ഇവിടെ കാടിൻ്റെ സൈഡിലോട്ടായതുകൊണ്ട് ആനയൊക്കെ ഉണ്ട് കേട്ടോ. ആനയും കാട്ടുപോത്തും ഒക്കെ ഉണ്ട്. അപ്പം ശാശൻ്റെ പെങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട് എത്തിയേക്കുക കേട്ടോ. കുരുമുളക് പറിച്ച് പെട്ടെന്ന് തന്നെ കുരുമുളക് പറിച്ച് തീർന്നു. ഫുഡ് ഉച്ചയായപ്പോഴത്തേക്കിന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുരുമുളക് ചവിട്ടാമെന്ന് വിചാരിച്ചു. കാരണം ഒരു മലയുടെ മുകളിലാണ് വീട്. അപ്പോൾ അവിടുന്ന് ഈ കുരുമുളകും കൊണ്ട് സ്കൂട്ടറിൽ ഇറങ്ങിപ്പോകുന്നത് നല്ല പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം 2 ചാക്കിൽ കൂടുതൽ വരും ചവിട്ടാതെ കൊണ്ടുപോയാൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചവിട്ടിക്കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പണ്ട് ചവിട്ടിയതാണ്. എൻ്റെ വീട്ടിൽ കുരുമുളക് ചവിട്ടിയതാണ് കേട്ടോ. പിന്നീട് കുരുമുളക് ചവിട്ടിയിട്ടില്ല. അങ്ങനെ കുരുമുളക് ചവിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ അകത്തിലെ ഇലയും കാര്യങ്ങളും ഒക്കെ പറക്കി മാറ്റി അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ചവിട്ടാൻ പറ്റുന്നത് പോലെ ആക്കിയിട്ടിട്ട് ചാച്ചനും അമ്മാമ്മയും എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് അങ്ങനെ ആക്കി തന്നു. ഞാൻ തന്നെയാണ് ഫുള്ള് റെഡിയാക്കിയത് ഞാൻ തന്നെയാണ് കേട്ടോ. അവരെനിക്ക് കൂടെ സപ്പോർട്ടിനുണ്ടായിരുന്നു. തുണിയൊക്കെ വിരിച്ച് അവിടെ ഉണ്ടായിരുന്ന പഴയ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് വിരിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇതേപോലെ ചവിട്ടി. 2 വർഷം മുമ്പ് ചാച്ചന് ഇതുപോലെ സ്ട്രോക്ക് വന്ന് വയ്യാതായിരുന്നു. ആ വയ്യാതായ സമയത്ത് ഞാനും അച്ചായും മാത്രം വന്നിതുപോലെ കുരുമുളക് പറിച്ചായിരുന്നു കേട്ടോ. പക്ഷെ അന്നേരം പറിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് പറിച്ചിട്ട് പോകാനോ ഒന്നും പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് കിട്ടുന്നത് ഇപ്പോഴാണ്. കാരണം നന്നായിട്ട് വേല ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറമ്പിൽ നിന്ന് വല്ലതും കിട്ടത്തുള്ളല്ലോ. അങ്ങനെ ഇപ്പോഴാണ് കുറച്ച് കുരുമുളക് കിട്ടിയത്. ആദ്യത്തെ ടേൺ ഞാൻ ചവിട്ടിയത് എൻ്റെ മണ്ടയിൽ തൊത്തുവാരി അടുത്ത സ്ഥലത്തിടും. എന്നിട്ട് അത് പിന്നെയും ചവിട്ടിയിട്ട് അങ്ങനെ പല റൗണ്ടായിട്ട് ചവിട്ടിയെടുത്തെങ്കിൽ മാത്രമേ കുരുമുളക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ചാക്കിനകത്ത് ചവിട്ടി കൊള്ളിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറേ കൂടെ ചവിട്ടിയത് പൊഴിഞ്ഞ് കിട്ടും കേട്ടോ. എളുപ്പത്തിൽ പൊഴിഞ്ഞ് കിട്ടും. ഞങ്ങൾ കുറേ ആൻറ്റിയും മോളും കൂടെ കുറേ കഥയൊക്കെ പറഞ്ഞ് അവരുടെ പഴയ കാലത്തെ കഥയൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ചവിട്ടിയെടുക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ചവിട്ടിയെടുത്തത് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ടോ? ഞാൻ പണ്ട് ചെയ്തതാണേ. എൻ്റെ വീട്ടിൽ പണ്ട് കാലത്ത് ചെയ്തതാണ്. പിന്നീട് ചെയ്തിട്ടില്ല. ഞങ്ങൾ കുരുമുളക് പറിക്കുമ്പോൾ ചെയ്യുന്നത് താഴെ ഒരു മരത്തിൻ്റെ പകുതിയോളം നമുക്ക് കൈ എത്തുന്നിടത്തോളം ഭാഗങ്ങൾ താഴെ നിന്നങ്ങ് പറിക്കും. പിന്നീട് മുകളിൽ കയറുന്നവർക്ക് അത് കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ മുകളിൽ പെട്ടെന്ന് പറിച്ചിറങ്ങാമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് താഴത്തെ ഭാഗങ്ങളിൽ ഫുള്ള് പറിച്ച് തീർത്തു. അപ്പം മുകളിൽ അച്ചായിക്ക് പറിക്കാനുള്ളതേ പിന്നീടുള്ളൂ. അപ്പം ഒത്തിരി വലിയ മരങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പറിച്ചിറങ്ങാം. പിന്നെ പെട്ടെന്ന് പറിക്കാൻ പറ്റുന്ന കുരുമുളകുമുണ്ട്. അങ്ങനെ 2 കരിമുണ്ടന് അങ്ങനെ 2-3 ടൈപ്പ് കുരുമുളകുണ്ട് കേട്ടോ. അതിൽ ചില കുരുമുളകുകൾ ചവിട്ടിയാൽ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ചിലത് പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റുന്നതുമുണ്ട്. ഇങ്ങനെ ചവിട്ടിയെടുക്കുന്ന കുരുമുളകിനെ നമ്മൾ ഡയറക്റ്റ് ചാക്കിനകത്തോട്ട് കയറ്റുമല്ല. ആദ്യത്തെ ആ ഒരു ടേണിൽ വലിയ പൊടി കാണത്തില്ല. പിന്നീട് കയറ്റുമ്പോൾ നമുക്കതൊന്ന് പാറ്റി കയറ്റേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മളത് ഉണങ്ങുമ്പോൾ പിന്നെ കുറേ കൂടെ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് ആൻറ്റി അതിനെ ഫുള്ളിരുന്ന് പാറ്റി അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അതിനെ പാറ്റി ചാക്കിനകത്തോട്ട് ഇടുകയാണ് കേട്ടോ ചെയ്തത്. നമ്മൾക്കൊരു 3 ചാക്ക് നിറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു. പറിച്ച്
ചവിട്ടി ഇതുപോലെ ആക്കി വന്നപ്പം സാധാരണ ഈ ചവിട്ടി എടുക്കുമ്പോൾ ഇരുന്ന് പറിക്കേണ്ടി വരും. പക്ഷേ ഞാൻ ഓരോ കുരുമുളകും കളയുന്ന രീതിയിൽ തന്നെ ചവിട്ടി എടുത്തായിരുന്നു. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് പാടല്ലേ. അവിടെ ഇരുന്ന് പറിച്ച് പിന്നെയും തൊത്തിനകത്ത് നിന്ന് പറിക്കാൻ കാണുമായിരിക്കും മിക്കവാറും ചവിട്ടുന്നവരൊക്കെ ചവിട്ടുമ്പോൾ. ഞാൻ ഒരെണ്ണം പോലും അതിൽ വെക്കാത്ത രീതിയിലാണ് ചവിട്ടി എടുത്തത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ചവിട്ടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻറ്റി അതിനെ പാറ്റിയെടുത്ത് ചാക്കിനകത്ത് ഇടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. പിന്നീട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് പാറ്റുമ്പോഴത്തേക്കിന് അതിൻ്റെ അത് പിന്നെ ഭയങ്കരം കുറേ കൂടെ അതിൻ്റെ ആ ഒരു മണമെല്ലാം അടിച്ച് നമ്മുടെ മൂക്കിൽ കയറും. അങ്ങനെ ചവിട്ടി ഞാൻ തളർന്നു. ഫുള്ള് തളർന്നൊരു വീട് ഫുള്ള് മുളകിൻ്റെ ആ ഒരു സാധനങ്ങളൊക്കെ ആയി. 3 ചാക്കിൽ മുളക് നമുക്ക് ഫുള്ളായിട്ട് ചവിട്ടാനുണ്ടായിരുന്നു. ചവിട്ടി വന്നപ്പോഴത്തേക്കിനും ഇത്രയേ ഉള്ളൂ. ഈ കൊണ്ടിട്ടിരുന്ന മുളക് എളുപ്പത്തിൽ ചവിട്ടിയെടുക്കാൻ പറ്റും. പിന്നെ ചെയ്യുന്ന ഈ ഒരു പരിപാടി എല്ലാവരും ചെയ്യുന്നതായിരിക്കാം. പിന്നീട് മുളക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വർഷം മുളക് കൂടുതലുണ്ടാവണമെങ്കിൽ നടക്കുന്ന സ്ഥലത്ത് മുളകിട്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ കൊണ്ടിടുന്നതാട്ടോ. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ. അമ്മ അതിൻ്റെ സന്തോഷത്തിലായി.